1940കളിലാണ് ഇവിടെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം വന്നു ചേരുന്നത്. അതിൻ്റെ തുടക്കം വീവർ സാഹിത്യ പ്രസ്ഥാനം എന്ന പേരിലാണ്. പിന്നീട് പുരോഗമന സാഹിത്യ പ്രസ്ഥാനം എന്ന് മാറുകയാണ് ചെയ്തത്. അതിന് പശ്ചാത്തലമായി ഒരു കാര്യമുണ്ട്. സോവിയറ്റ് യൂണിയൻ 1917 നടന്ന വിപ്ലവത്തിൻ്റെ അനന്തരമായി പുതിയ ഒരു സാമൂഹ്യ ക്രമം സൃഷ്ടിക്കാൻ സാഹസികമായി പരിശ്രമിക്കുകയായിരുന്നു. അതിൻ്റെ സൃഷ്ടിക്ക് ആവശ്യമായ പിന്തുണ കലാകാരന്മാർ, പൊതുവിൽ സാംസ്കാരിക പ്രവർത്തകന്മാർ നൽകിപ്പോരുകയും ചെയ്തു. അപ്പോഴാണ് യുദ്ധത്തിൻ്റെ ഒരു കാർമേഘ പടലങ്ങൾ ലോകരാഷ്ട്രീയാന്തരീക്ഷത്തിൽ ഉരുണ്ടുകൂടാൻ തുടങ്ങുന്നത്. യുദ്ധം നടക്കുകയാണെങ്കിൽ ഈ സോഷ്യലിസ്റ്റ് പരീക്ഷണം വളരെയധികം പരിക്ഷീണമാകും എന്നല്ല, അതില്ലാതായി എന്ന് തന്നെ വരികയും ചെയ്യും. അതുകൊണ്ട് യുദ്ധത്തിനെതിരെ സാഹിത്യകാരന്മാർ അണിനിരക്കേണ്ടതാണ് എന്ന മാക്സിം ഗോർക്കി ഒരു പ്രസ്താവം ഇറക്കി. ആ പ്രസ്താവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് റൊമൈൻ റോളണ്ട് എന്ന് പറയുന്ന നോബൽ സമ്മാന ജേതാവായ നാടകകൃത്തും സാഹിത്യകാരനും ചിന്തകനും വളരെ വിശാലമായ സഹിഷ്ണുതയോടുകൂടിയവരുമായ ഒരു വ്യക്തി മുന്നിട്ടിറങ്ങി ഒരു പുരോഗമന സാഹിത്യ സമ്മേളനം വിളിച്ചു കൂട്ടിയത്. നമ്മൾ ടാഗോർ വരെ അതിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചിരുന്നു. ടാഗോർ അതിനോട് വളരെയധികം അനുഭാവം കാണിക്കുകയും ചെയ്തിരുന്നു. ആ പുരോഗമന സാഹിത്യ പ്രസ്ഥാനം ആരംഭിച്ചു കഴിഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇവിടെ EMS, ലോക കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ടു പോകുന്ന EMS എന്ന കേരള കമ്മ്യൂണിസ്റ്റ് നേതാവ് പുരോഗമന സാഹിത്യ പ്രസ്ഥാനം വിളിച്ചു കൂട്ടുന്നതിനുള്ള തുടക്കമായി വീവർ സാഹിത്യ പ്രസ്ഥാനം തുടങ്ങി. പിന്നീടത് പുരോഗമന സാഹിത്യ പ്രസ്ഥാനമായി മാറുകയും ചെയ്തു. അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് MP പോളായിരുന്നു. അതിൽ മുണ്ടശ്ശേരി, കേശവദേവ്, തകഴി, ബഷീർ ഉണ്ടായിരുന്നതിന് നിശ്ചയമില്ല. ബഷീർ പൊതുവിൽ സംഘടിത പ്രവർത്തനങ്ങളിൽ പോകാറില്ല. SK പൊറ്റക്കാട് തുടങ്ങി എല്ലാവരും തന്നെ അതിൽ സജീവ അംഗങ്ങളായിരുന്നു. ഒരു വാർഷിക സമ്മേളനത്തിൽ EMS ഒരു മാനിഫെസ്റ്റോ അവതരിപ്പിച്ചു. ആ മാനിഫെസ്റ്റോയിൽ, പ്രകടന പത്രികയിൽ രാഷ്ട്രീയ പരാമർശങ്ങളാണ് ഏറെ ഉണ്ടായിരുന്നത്, സാഹിത്യപരമായ കാര്യങ്ങളായിരുന്നില്ല. അധ്യക്ഷനായ MP പോൾ അത് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രകടന പത്രികയാണ്, ഒരിക്കലും ഒരു സാഹിത്യ സംഘടന പ്രകടന പത്രികയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിൻ്റെ പ്രസംഗം ആരംഭിച്ചത്. അതോടുകൂടി വലിയ വിവാദമുണ്ടായി. പുരോഗമന സാഹിത്യ പ്രസ്ഥാനം രണ്ടായി പിരിഞ്ഞു. അതോടുകൂടി പുരോഗമന സാഹിത്യ പ്രസ്ഥാനം നിർജീവമായി. കുറേ കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും അത് സജീവമാക്കണം എന്ന ഒരു അവസ്ഥ വന്നു ചേർന്നപ്പോഴാണ് വീണ്ടും EMSൻ്റെ പ്രേരണ ഉണ്ടായിരുന്നു. ദേശാഭിമാനികയുടെ വാരികയുടെ പത്രാധിപർ മുൻകൈയെടുത്ത് ഒരു ദേശാഭിമാനി സ്റ്റഡി സർക്കിൾ ആരംഭിച്ചു. ആ ദേശാഭിമാനി സ്റ്റഡി സർക്കിളാണ് സാവധാനത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം ആയി മാറുന്നത്. പേര് മാറ്റത് അങ്ങനെയാണ്. പുരോഗമന കലാസാഹിത്യ സംഘത്തിൽ വൈലോപ്പള്ളി ശ്രീധരമേനോൻ അതിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്നു. അന്ന് P. ഗോവിന്ദപിള്ള മുതലായവർ അത് സജീവ പ്രവർത്തകരായിരുന്നു. EMS തീർച്ചയായിട്ടും എപ്പോഴും അതിനെ ചുക്കാൻ പിടിച്ചിരുന്ന ഒരാളാണ്. അവരെല്ലാം ചേർന്നാണ് ഇന്നത്തെ സാഹചര്യത്തിൽ എന്നെ അതിൻ്റെ പ്രസിഡൻ്റായി എടുക്കുന്നത്. അത് ആലപ്പുഴയിൽ വെച്ച് നടന്ന പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ വാർഷികത്തിൽ വെച്ചാണ്, രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ആണ് എന്നെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തത്. അക്കാലത്ത് എന്നെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുന്ന കാലത്ത് ഞങ്ങൾ കേരളത്തിലുടനീളം സഞ്ചരിച്ചിരുന്നു. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യമില്ല. പലപ്പോഴും സെക്കൻഡ് ക്ലാസ്സിലാണ് സഞ്ചരിച്ചിരുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം ഞങ്ങൾ അധികം പേരും അനുഭവിച്ചിരുന്നു. എരുമേലി പരമേശ്വരപിള്ള അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു. ചുറ്റുപാടും നടന്ന് 2-3 കാര്യങ്ങൾ ചെയ്തിരുന്നു. ഒന്ന്, പുതിയ പുസ്തകങ്ങളെക്കുറിച്ച് ചർച്ച സംഘടിപ്പിച്ചു. പുസ്തകം വായിക്കാൻ ചർച്ച ചെയ്യാൻ പറ്റുകയില്ല. പുസ്തകം വായിച്ചു വന്ന് അതിൻ്റെ ഗുണാഗുണങ്ങൾ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. ചിലത് പ്രതിലോമപരമായ വീക്ഷണത്തിലേക്ക് വായനക്കാരെ നയിക്കുന്നതാണ്. ചിലത് പുരോഗമനപരമായ എന്താ പുരോഗമന സാരം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇതിനേക്കാൾ നല്ലൊരു വ്യവസ്ഥയിൽ
എല്ലാവർക്കും സ്വാതന്ത്ര്യവും ഭക്ഷണമൊക്കെ കിട്ടുന്ന ഒരു വ്യവസ്ഥയിലേക്ക് അതിന് മാറണം. അത് സാമൂഹിക രാഷ്ട്രീയ മാറ്റത്തിനനുസരണമായ വീക്ഷണമനുസരിച്ച് ആളുകൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. അത് കേരളത്തിലുടനീളം ധാരാളം ക്ലേശങ്ങൾ ഞങ്ങൾ സഞ്ചരിച്ച് വന്നിരുന്നു. അങ്ങനെ സഞ്ചരിക്കുന്നതിനിടയിലാണ് പുരോഗമന സാഹിത്യ സംഘത്തിൽ ഒരു വിഷയം വന്നത്. എനിക്ക് ശേഷം ശ്രീ MN വിജയനാണ് അതിൻ്റെ പ്രസിഡൻ്റായി വന്നത്. അപ്പോഴാണ് ഇത് പുതിയ ഒരു സോഷ്യലിസ്റ്റ് വീക്ഷണത്തിന് വേണ്ടി മാത്രമല്ല, അല്ലാതെയും ആകാം. അതുകൊണ്ട് ഈ സാഹിത്യത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് പുരോഗമന സാഹിത്യം, മറ്റൊന്ന് ശുദ്ധമായതെന്നോ മറ്റെന്തോ വിളിക്കാവുന്ന ഒരു സാഹിത്യമുണ്ട്, സൗന്ദര്യശാസ്ത്രപരമായ സാഹിത്യം. ആ നിലയ്ക്കുണ്ട് രണ്ടും രചിക്കാവുന്നു. ഇപ്പോൾ കുമാരനാശാനെ പറ്റി EMS ആണ് പ്രത്യേകം എടുത്തു പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വീണപൂവ്, നളിനി, ലീല മുതലായ കാവ്യങ്ങൾ ശുദ്ധമായ സൗന്ദര്യബോധം, കാവ്യബോധം അനുസരിച്ച് രചിക്കപ്പെട്ട കാവ്യങ്ങളാണ്. നേരെ മറിച്ച് ചണ്ഡാലഭിക്ഷുകി, ദുരവസ്ഥ തുടങ്ങിയ കാവ്യങ്ങൾ പുരോഗമനപരമായ വീക്ഷണം അനുവാചകരിൽ സംക്രമിപ്പിക്കുന്ന കാവ്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിൽ രണ്ടായി തിരിച്ച് രണ്ടിനെയും സാക്ഷിയോടുകൂടി നമുക്കാക്കുകയും രണ്ടാമത്തെ തരം സാഹിത്യത്തിനും പ്രേരണ നൽകത്തക്ക വിധത്തിലുള്ള ചർച്ചകൾ, സംഘടനകൾ, സംവാദങ്ങൾ വേണമെങ്കിൽ വിവാദങ്ങൾ ഇതുവരെയൊക്കെ നടക്കാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം നാഗർകോവിൽ തൊട്ട് കണ്ണൂർ, കാസർഗോഡ് വരെ സഞ്ചരിച്ച് പുതിയ ഒരു ഉണർവ് സാഹിത്യരംഗത്ത് ഉണ്ടാക്കിയെടുത്തു. ധാരാളം സാഹിത്യകാരന്മാർ, യുവാക്കളാണ് കൂടുതലും അതിൽ പങ്കെടുത്തു. അവർ നല്ല നല്ല നാടകങ്ങൾ, പുതിയൊരു വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനുള്ള ആവശ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള നാടകങ്ങൾ രംഗത്ത് അവതരിപ്പിച്ചു. അതിൽ അഭിനേതാക്കൾ വന്നു, അവരും ഒരു സംഘമാണ്. ചിത്രകാരന്മാർ രംഗത്ത് സഹകരിച്ചു, സംഗീതജ്ഞർ വന്നു. അക്കാലത്താണ് ആലപ്പുഴയിലെ മേദിനിയെ പോലുള്ള ഗായികമാർ ഈ വിപ്ലവ ഗാനങ്ങൾ ആലപിച്ച് ആളുകളെ ആവേശം കൊള്ളിച്ചത്. അങ്ങനെ വളരെ ചലനാത്മകമായ ഒരു പ്രവർത്തനമാണ് അക്കാലത്ത് നടന്നു പോന്നിരുന്നത്. അതിനുശേഷം പുരോഗമന സാഹിത്യ പ്രസ്ഥാനം ആണ് ഇപ്പോഴത്തെ നിലയിലേക്ക് പ്രവർത്തിച്ചു വരുന്നത്. അതിന് തുടർച്ചയായിട്ടാണ്.